നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. നല്ല തണുത്ത സാധനങ്ങൾ കഴിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫലൂദയുടെ റെസിപ്പി ആയിട്ടാണ്. പപ്പായയാണ് ഇതിന് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ റോസ് സിറപ്പോ ഫുഡ് കളറോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല നാച്ചുറൽ കളറിൽ നമുക്ക് ഫലൂദ ഉണ്ടാക്കും, അതും നല്ല ടേസ്റ്റിൽ. നമുക്ക് ആദ്യം സേമിയ ഒന്ന് വേവിച്ച് വയ്ക്കണം. ഞാനിവിടെ അരക്കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് 3-4 ഗ്ലാസ് ഫലൂദ ഉണ്ടാക്കാം. 3 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്ക് ആ സേമിയ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 4 ഗ്ലാസ് ഫലൂദയ്ക്ക് ധാരാളമാണ്. നമുക്ക് 2 ഗ്ലാസ് മതി ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് സേമിയ എടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. ഇനി നമുക്ക് കസ്കസ് ഒന്ന് കുതിരാൻ വയ്ക്കണം. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ 3 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതും ഒരു 10-20 മിനിറ്റ് എടുത്ത് വയ്ക്കാം. അതും ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഫലൂദ ഉണ്ടാക്കണതിന് കുറച്ച് മുമ്പ് തന്നെ റെഡിയാക്കി വയ്ക്കണം. കാരണം ഇതൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കലായിരിക്കും നല്ലത്. ഇതൊരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത്രയും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കണേന്ന്. അപ്പോൾ നമ്മുടെ സേമിയയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പൈപ്പിൻ്റെ ചോട്ടിലൊന്ന് കാണിച്ചു കൊടുക്കാം. ഒരു അരിപ്പയിൽ എന്നിട്ട് ഇട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫലൂദയ്ക്കൊരു പച്ചവെള്ളം ചോദിക്കണ പോലെ തോന്നും. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് പാലിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ചൂടായ പാല് 1/4 കപ്പ് പാല് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സേമിയ വേവിച്ച് വെച്ച സേമിയ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചൂടാറിന് ശേഷം പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. ചൂടാറിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പപ്പായ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഏതാണ്ട് ഒരു മീഡിയം സൈസ് കപ്പങ്ങയുടെ 4-1 ഉണ്ടാവും. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഞാൻ ഫ്രീസറിൽ 1 മണിക്കൂർ മുമ്പ് വെച്ച് ഒന്ന് ഐസായി തുടങ്ങിയ പാലാണ്. അപ്പോൾ നല്ല തണുപ്പ് വേണം ഇത് രണ്ടും. പഞ്ചസാര ഇടാൻ മറന്നുപോയി. ഞാൻ അടിച്ചതിന് ശേഷം പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി അടിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കാഷ്യൂ നട്ട്സും ബദാമും പിസ്തയൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കണേന്. പപ്പായോടൊപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ആപ്പിളോ പഴമോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് സിറപ്പാക്കിയതിന് ശേഷം തണുപ്പിച്ചെടുത്താണിത്. മധുരം വളരെ കുറവ് മതി എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഇനി അടിച്ചു വെച്ച പപ്പായയും ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ആ കസ്കസ് കുതിർത്ത് വെച്ച കസ്കസ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സേമിയ പാലിലിട്ട് വെച്ച സേമിയ പാലില്ലാതെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട്സിന് നമ്മൾ ഉദ്ദേശിച്ച മധുരം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വീണ്ടും അടിച്ചു വെച്ച പപ്പായ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് കൊടുത്തേക്കണേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അവസാനം ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നട്ട്സും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. പപ്പായയുടെ ചെറിയൊരു പീസും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം നല്ല ഇഷ്ടമുള്ളവർക്ക് ഈ ഗ്ലാസിൻ്റെ നടുക്കൊരു ലെയർ ഐസ്ക്രീം വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പപ്പായ അടിക്കുമ്പോൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് അടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്